ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. നമ്മൾ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തിലെ. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. അപ്പം നമുക്ക് ഇത് അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസിനെ നമുക്ക് അല്ലാതെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. സുനിത വില്യംസ് 62 മണിക്കൂറും 6 മിനിറ്റുമാണ് അവർ റെക്കോർഡിട്ടിരിക്കുന്നത്. അതായത് 9 വാക്സിലൂടെ 9 നടത്തത്തിലൂടെ അവർ ബഹിരാകാശത്ത് 62 മണിക്കൂർ 6 മിനിറ്റ് നടന്നാണ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം, സാമ്പത്തിക സർവേ പ്രകാരം 2023-24 സ്ത്രീകളുടെ ദേശീയ തൊഴിൽ പങ്കാളിത്ത നിരക്ക് എത്രയാണ്? 41.7%. ദേശീയ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് പറയുന്നത് 2023-24 സ്ത്രീകളുടെ. ഓർത്തിരിക്കുക, 41.7%. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP നിരക്കാണ് 6.3 മുതൽ 6.8%. ഇനി വരാൻ പോകുന്ന നിരക്കാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇത്രയും ശതമാനം കൈവരിക്കുമോ, അതായത് കൂടുതൽ കൈവരിക്കുമോ എന്ന് നമുക്ക് അടുത്ത ഒരു വർഷം കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന GDP നിരക്ക് 6.3 to 6.8% ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് സംശയം കാണും, 2024-25 വർഷത്തെ GDP നിരക്ക് എത്ര ആണെന്ന്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അത് നമുക്ക് പറയാം എത്രയുണ്ട്? 6.4% ആയിരുന്നു. 6.4%. ഓർത്തിരിക്കണേ, 2024-25 വർഷത്തിൽ 6.4%. നെക്സ്റ്റ് ചോദ്യം, ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരാനൗക്കി മംനൗകയാണ് ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പദവി നൽകിയിരിക്കുന്ന പർവ്വതനിര. താരാനൗക്കി. അപ്പോൾ താരാനൗക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയുടെ പേര് തോന്നുന്നില്ലേ? താരയ്ക്കാണ് ഒരു വ്യക്തിത്വ പദവി നൽകിയതെന്ന് ഓർത്താൽ മതി, താരാനൗക്കി. ബാക്കി നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടിക്കോളും. അടുത്ത ചോദ്യം നോക്കൂ, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഉപഗ്രഹമാണ് NVS-02. നമുക്കറിയാം ഇതിപ്പം ഈ അടുത്തിടയ്ക്കാണ് വിക്ഷേപിച്ചത് 100ാമത്തെ ഉപഗ്രഹം. പക്ഷെ അത് വിക്ഷേപണം പരാജയമായിരുന്നു. അപ്പോൾ 100ാമത്തെ ഉപഗ്രഹം ഓർത്തിരിക്കുക, NVS-02 നാവിഗേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു. നെക്സ്റ്റ്, 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. വേൾഡ് ഓഡിയോ വിഷ്വൽ എൻ്റർടൈൻമെൻറ്റിന് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. വേറെ കുറേ വേദികൾ ആയിട്ടുണ്ട്, നമുക്ക് ആവുന്നുണ്ട്. നമുക്കതൊക്കെ ചേർത്ത് വേദികളിൽ നിന്നും പെരുന്നിട്ട് ഒറ്റ വീഡിയോ നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായത് ആരാണ്? ജെറി ഹോൾഡസ്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായത് ജെറി ഹോൾഡസ് ആണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ വെൽനെസ് എന്നൊക്കെ കേൾക്കുമല്ലോ, പരിശീലകരൊക്കെ എപ്പോഴും നല്ല വെൽനെസ് ആയിരിക്കും, വെൽനെസ്. അപ്പോൾ അതിനെ തിരുത്തി ഹോൾ വെൽനെസ് ആയിരിക്കണം. അപ്പം ഹോൾനെസ് എന്ന് ഷോർട്ട് ഫോമിൽ എടുത്താൽ മതി, ഹോൾനെസ് ആയിരിക്കണം. അടുത്ത ചോദ്യം നോക്കൂ, 2025 ജനുവരിയിൽ തെലങ്കാന സർക്കാർ ആരംഭിച്ച കാർഷിക നിക്ഷേപ സഹായ പദ്ധതിയാണ് ഋതു ഭരോസ. തെലങ്കാന സർക്കാരിൻ്റെ കാർഷിക നിക്ഷേപ സഹായ പദ്ധതിയാണ് ഋതു ഭരോസ. തെലങ്കാന സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേറെയും പദ്ധതികൾ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. വേറെ ഉണ്ട്, ഭൂമാത എന്ന് പറഞ്ഞിട്ടൊരു കാർഷിക ലാൻഡ് റവന്യൂ വകുപ്പിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അത് നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറയാം. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ
എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് സുധാംശു ശുക്ലയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് സുധാംശു ശുക്ലയാണ്. സുധാംശു ശുക്ല. ഓക്കെ, ഓർത്തിരിക്കണേ. 2024 മികച്ച പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്റ്റിംഗ് ഫാക്ട്സിൽ ജസ്പ്രീത് ബുംറയാണ്. ജസ്പ്രീത് ബുംറ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബൗളർമാരിൽ ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങളിൽ ബൗളർമാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഇന്ത്യൻ പേസ് താരം ആരാണെന്ന ചോദ്യത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ഉത്തരം. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു പോളി ഉംറിഗർ അവാർഡ് ലഭിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോളി ഉംറിഗർ അവാർഡ് ബെസ്റ്റ് മെൻസ്, അതാണ് ഈ അവാർഡ് കേട്ടോ. ജസ്പ്രീത് ബുംറയ്ക്കാണ് ലഭിച്ചത്. വിമൻസ് ആണെങ്കിൽ സ്മൃതി മന്ദാനയെന്നും ഞാൻ പറഞ്ഞതാണ് താഴത്ത് കിടപ്പുണ്ടത്. മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയും ടെസ്റ്റ് ക്രിക്കറ്റ് താരം പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയുമാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ജനുവരിയിൽ ഏകവ്യക്തി നിയമം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. ഏകവ്യക്തി നിയമം. എന്താണ് ഈ ഏകവ്യക്തി നിയമം? യൂണിഫോം സിവിൽ കോഡ്. എന്താണ്? യൂണിഫോം സിവിൽ കോഡാണ് ഈ ഏകവ്യക്തി നിയമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഉത്തരാഖണ്ഡിൽ 2024 ആക്ട് അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് ആക്ട് 2024 എന്നാണ് ഉത്തരാഖണ്ഡിലെ ആ ആക്ടിനെ ഇപ്പം അറിയപ്പെടുന്നത്. അപ്പോൾ അത് നിലവിൽ വന്നിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗോവ ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ഉത്തരാഖണ്ഡിലായിട്ടുണ്ട്. മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമുക്ക് നോക്കിയിട്ടൊക്കെ പറയാം. അപ്പം ഇത്രയും ഓർത്തിരിക്കുക. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു? 12 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അപ്പം നമുക്ക് ഇത്രയും കൂടെ ഒന്നുകൂടെ പെട്ടെന്ന് ഓടിച്ച് വായിച്ച് നോക്കാം. അപ്പോൾ ഏകീകൃത സിവിൽ നിയമം വന്നത് ഉത്തരാഖണ്ഡിലാണ്. മികച്ച വനിതാ ഏകദിന ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാന. പുരുഷ താരം ജസ്പ്രീത് ബുംറ. ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ഈ ആദ്യ ഇന്ത്യക്കാരൻ സുധാംശു ശുക്ല. ജനുവരിയിൽ തെലങ്കാന സർക്കാർ ആരംഭിച്ച കാർഷിക നിക്ഷേപ സഹായ പദ്ധതി ഋതു ഭരോസ. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പുതിയ പരിശീലകനെ നിയമിതനായത് ചെറി ഹോൾനസ്. വെൽനസ് അന്ന് ഞാൻ പറഞ്ഞു. 2025 വേൾഡ് ഓഡിയോ വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് ഉച്ചകോടിക്ക് വേദിയാക്കുന്ന രാജ്യം ഇന്ത്യ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്ന 100ാമത്തെ ഉപഗ്രഹമാണ് NVS-02. 100ാമത്തെ ഉപഗ്രഹം. ന്യൂസിലാൻഡ് പാർലമെൻറ്റ് വ്യക്തിത്വ പരിധിക്ക് നൽകിയ പർവ്വതം. ഞാൻ പറഞ്ഞു താരാനൗക്കി. ഒരു പെൺകുട്ടിയുടെ പേരായിട്ട് ഓർത്തിരിക്കുക, താരാനൗക്കി. അപ്പോൾ അടുത്ത് നോക്കൂ, 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP നിരക്ക് 6.3 മുതൽ 6.8 വരെയാണ്. കഴിഞ്ഞ വർഷം 6.4% അടുത്ത സാമ്പത്തിക സർവേ പ്രകാരം സ്ത്രീകളുടെ ദേശീയ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് 41.7%. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്നു എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതയാണ് സുനിത വില്യംസ്. ആരാണ്? സുനിത വില്യംസ്. അപ്പോൾ ഇത്രയും ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമുക്കല്ലാതെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.